അയാൾക്കായി കാത്തിരിപ്പായിരുന്ന ഹൃദയത്തിൻ്റെ തപസ് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് വികാരങ്ങൾ കൊണ്ടാണ് ഞാനത് പ്രകടമാക്കുക അറിയില്ല. ഒടുവിൽ അയാളെ ആ പച്ചപ്പുല്ലിൽ ആനന്ദിതമായി ദർശിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവിച്ച ആനന്ദം നിങ്ങളിലും നിറഞ്ഞു നിന്നില്ലേ? എനിക്കറിയാം, ഞാനും നീയും നമ്മളെല്ലാവരും ഈ ഒരു നിമിഷത്തിനായിട്ടല്ലേ ഇന്നോളവും കാത്തിരുന്നത്. അനുഭവിച്ച് ലഹരി പിടിച്ച കണ്ടുകൊണ്ടിരിക്കോളം കണങ്കാലിൻ്റെ പെരുവിരൽ തരിപ്പിക്കുന്ന തരം മാസ്മരികത ഒരുക്കിയ നർത്തകനൊന്നുമല്ല അയാളിന്ന്. പക്ഷേ ഓരോ തവണയും അയാളിലേക്ക് ആവാഹിക്കപ്പെടുന്ന പന്തിൽ അടുത്ത നിമിഷം അയാളിനാൽ മാത്രം പിറക്കുന്ന എണ്ണം പറഞ്ഞ മാന്ത്രിക കാഴ്ചയിലൊന്ന് സംഭവിക്കുമെന്ന് മനസ്സ് ഇന്നും തെല്ലൊന്ന് ചിന്തിക്കുമ്പോൾ ഉടയാത്ത ഉഗ്രവിഗ്രഹമായി അയാൾ എന്നും മനസ്സിൽ കിടപ്പുണ്ട് എന്നാണ് അർത്ഥം. അത് എന്നവസാനിക്കുന്നുവോ ആ മാത്രയിലാണ് നെയ്മർ എന്ന ഭ്രമം എന്നിൽ അണയുകയുള്ളൂ. മത്സരത്തിൻ്റെ 76-ാം മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ് തെളിയുന്നത് കാണാം. നീണ്ട 981 ദിവസങ്ങൾക്ക് ശേഷം കാൽപന്ത് കൊണ്ട് തലച്ചോറിനെ ലഹരി പിടിപ്പിച്ച, ഹൃദയത്തെ അങ്ങോളം വശീകരിച്ച് വെച്ച സുൽത്താൻ നെയ്മർ ജൂനിയർ വീണ്ടും നൃത്തം കൊണ്ട് ആനന്ദിപ്പിക്കുവാൻ അവതരിച്ചു കഴിഞ്ഞു. കാൽപന്തിൻ്റെ മഹാ ആട്ടക്കാരൻ. ഒരിക്കൽ കൂടി ഒരു കളിയാട്ടത്തിനായി അവൻ വരുന്നു. ഈ കളി നൈസർഗികമായ ഒരു കലാരൂപം കൂടിയാണെന്ന് ലോകത്തോട് ഒരു വട്ടം കൂടി വിളിച്ചു പറയാൻ സമ്പയുടെ നാളത്തിനൊപ്പിച്ച് കളിപ്പെരുമയുടെ തറയാട്ടം ഒരിക്കൽ കൂടി മാലോകരെ കാണിക്കാൻ സുൽത്താൻ, ബ്രസീലിന്റെ സുൽത്താൻ, ലോക ഫുട്ബോളിന്റെ സുൽത്താൻ നെയ്മർ ജൂനിയർ ഇൻ ഫോർ ബ്രസീൽ. വെറും 20 മിനിറ്റ്. കളിയുടെ കണക്കിൽ അതൊരു ചെറിയ സമയമായിരിക്കാം. പക്ഷേ കാൽപന്തിനെ അയാളിലൂടെ പ്രണയിച്ചവരുടെ ഹൃദയത്തിൽ അതിനൊരു പുനർജന്മത്തിൻ്റെ ആയുസ്സോളം വിലയുണ്ട്. തകർന്നെല്ലുകളിൽ തേയ്മാനം സംഭവിച്ചിരിക്കാം. പക്ഷേ അയാളിലെ കാലുകളിൽ അനന്തമായ മാന്ത്രികതയ്ക്ക് അവസാനം വന്നിട്ടില്ല. സ്കോട്ടിഷിൻ്റെ പ്രതിരോധം മുറിച്ച് 3 സുവർണ അവസരങ്ങൾ ഒരുക്കി അതങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സമയത്തിൻ്റെ അല്പതയല്ല, പ്രതിഭയുടെ അനന്തതയാണ് ദർശിക്കുന്നത്. അയാളുടെ മങ്ങലേൽക്കത്ത ശൈലിക്കും മെയ്വഴക്കത്തിലും ഇന്നും സുന്ദരമാക്കുന്ന മൂവുകൾ പിറക്കുന്നുണ്ട്. അത് വെറുമൊരു നീക്കങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ബ്രസീലിയൻ കലയുടെ ജീവിക്കുന്ന വലിയ ഉദാഹരണമായിരുന്നു. പരിക്കുകൾ പറ്റി ഓരോ തവണയും വീഴുമ്പോഴും ചിരിച്ചവരോട് ഈ ചുരുങ്ങിയ നേരം കൊണ്ട് അയാൾ പറയാതെ പറയുകയാണ്, താൻ വെറുമൊരു സാധാരണ ജനിതകമല്ല എന്ന്, കളിക്കളത്തിലെ കവിതയാണ് എന്ന്. ബ്രസീൽ ജയിക്കുകയാണ്. പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്തൊരു നാടാണത്. എപ്പോൾ വേണമെങ്കിലും ഹീറോ ജനിക്കപ്പെടാവുന്ന ജേഴ്സിയും കൂടിയാണത്. പരിഹസിച്ചവരെ നോക്കി വിനിച്ചിരിക്കുന്നുണ്ട്. കളിമറന്ന് നിന്ന് വിമർശിച്ചവരെ കാഴ്ചക്കാരാക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി 32ലേക്ക് കടക്കുന്നുണ്ട്. സൈഡ് ലൈനിനും അപ്പുറം വിലയിട്ടവരെ നോക്കി ചൂയിങ്കം കടിച്ചമർത്തുന്ന കാർലോ. അതെ, ഇത് ബ്രസീലാണ്. ഇവിടെ നിങ്ങൾക്ക് സംശയം ഏതും വേണ്ട. ഇന്നും ഈ കളിയുടെ രാജാക്കന്മാർ അവർ തന്നെയാണ്. ബ്രസീലിയൻ മധ്യനിര സുന്ദരമാകുന്നുണ്ട്. ആൻസലോട്ടിയുടെ തീരുമാനങ്ങൾ ശരിവെക്കും തരം. മുന്നിൽ വിനിയുടെ അഴിഞ്ഞാട്ടം. ഡിഫൻസും സെറ്റാണ്. അലിസനാകട്ടെ പ്രോമോഡി. അതെ, വിമർശകരെ പതിഞ്ഞ താളത്തിൽ നിന്നും അസുരതാളത്തിലേക്ക് ബ്രസീൽ വരുന്നത് കാണും. എഴുതിത്തള്ളാൻ കാത്തിരുന്നവർ കണ്ണുകളും ചെവികളും കൂർപ്പിച്ച് വെച്ചോളൂ. ഇനി നിങ്ങൾക്ക് കനലുകൊണ്ട് അത്തായമൊരുക്കുന്ന രാത്രികളാണ്. കാരണം അവരുടെ നായകൻ കൂടി തിരിച്ചെത്തിയിട്ടുണ്ട്. വേദനാശമനികൾ നിറച്ചൊരു മേനിയാണത്. പരിമിതികൾ അയാൾക്ക് മുകളിൽ 18 വർഷം 10 കഴിഞ്ഞിരിക്കുന്നു. 1000-ലേറെ ദിവസവും 250-ൽ പരം മത്സരങ്ങളും ഇന്നേവരെ നഷ്ടപ്പെട്ട കരിയർ. ഫുട്ബോളിൻ്റെ സർവസ്വവും നേടാൻ കഴിവുണ്ടായിട്ടും പൊലിഞ്ഞു പോയതൊക്കെയും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അയാൾക്ക് മുന്നിൽ. അതിൻ്റെ മുകളിൽ ചവിട്ടി നിന്ന് ഈ കിരീടം ഉയർത്താൻ തന്നെയാണ് ഈ നിമിത്തവും. ഇതിഹാസങ്ങൾ കളമൊഴിഞ്ഞ ബ്രസീൽ ഫുട്ബോളിൻ്റെ പാരമ്പര്യത്തിൻ്റെ എല്ലാ ഭാരവും ചുമന്നവന് ഈ 6ാം കിരീടം സ്പർശിക്കാൻ അർഹതയുണ്ട്. 6ാം തമ്പുരാനായി വാഴാനുള്ള യോഗവും. ബ്രസീൽ വരുന്നുണ്ട്. ഫുട്ബോളിൽ നിങ്ങൾ ഇന്നോളം ദർശിച്ച ബ്രസീൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു മനോഹരമായ വെർഷനും കൂടിയായി. കൂടെ അയാളുടെ വരവിനായി കാത്തിരുന്ന മാനസങ്ങൾക്ക് മുന്നിൽ അവസാനത്തെ ആട്ടം കൊണ്ട് ഭ്രമിപ്പിക്കുവാൻ നെയ്മർ എന്ന ഫുട്ബോളിൻ്റെ മഹാ ആട്ടക്കാരനും.